അങ്ങനെ എന്റെ പ്രാർത്ഥന ഫലിച്ചു. മരുവത്തൂരിന്റെ ശാന്തത നശിപ്പിക്കാൻ വന്ന ധൂമകേതു ഒഴിഞ്ഞു പോകുന്നു. എന്റെ ഈശ്വരാ, പവിയേട്ടൻ ഇത് കാണാൻ ഭാഗ്യമില്ലാതെ പോയല്ലോ. ഒരു വീൽ ചെയർ ഉണ്ടായിരുന്നെങ്കിൽ എടുത്തുകൊണ്ടിരുത്തായിരുന്നു. നിങ്ങളിവിടെ നിന്നേ. വല്ലപ്പോഴും കിട്ടുന്ന അത്യപൂർവ കാഴ്ചയല്ലേ അത്? ഇവിടെ വാഴുന്നവള് പടിയിറങ്ങുന്ന കാഴ്ച. കഷ്ടമുണ്ട് രഞ്ജിനി. എങ്ങനെയെങ്കിലും അവളെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ തകരാൻ പോകുന്നത് ഈ കുടുംബത്തിന്റെ കെട്ടുറപ്പാ. ഇത്രയും കാലം തമ്മിൽ തല്ലി പിരിയാതെ സ്നേഹം കൊണ്ട് ഒരുമയോടെ നിർത്തിയത് ദർശനയാ. ഒരുമയോടെ പിടിച്ചു നിർത്തി പോലും ഈ വീടിന്റെ ഒത്തൊരുമയെല്ലാം കൊത്തി പൊളിച്ചവളവള്. അഞ്ജു, വാ. നിങ്ങളുടെ കാല് പിടിക്കേണ്ടത് ഞാനാ. അമ്മേ, എന്നെ വിട്ടുപോകരുതെന്ന് അപേക്ഷിക്കാൻ. എന്റെ പൊന്നുമോള് ദർശനെ, നീ ഇങ്ങനൊരു തീരുമാനമെടുത്താൽ എനിക്കത് താങ്ങാൻ പറ്റില്ല. അയ്യോ, ഒന്നാമത് എല്ലാം കൊണ്ടും തകർന്നു നിൽക്കുന്ന ഈ സമയത്ത് തന്നെ നീ എന്നെ കൈവിട്ടാൽ, നിങ്ങൾ ഇവിടുന്ന് പോയാൽ ഞാനും വരും. നിങ്ങൾ എന്റെ മക്കളാ. സ്നേഹത്തിന് ഒരു വിലയുമില്ലാത്ത ഇവർക്കിടയിൽ എന്നെ ഇട്ടിട്ട് പോകരുത്. തരുന്ന വെള്ളം പോലും വിശ്വസിച്ച് കുടിക്കാൻ പറ്റാത്ത വീടായത്. ഇത്രയും നാളും ഞാൻ പിടിച്ചു നിന്നത് നിങ്ങളുണ്ടെന്നുള്ള ധൈര്യത്തില്. അമ്മ ഞങ്ങളെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. മരുവത്തൂർ വീടിന്റെ നെടും തൂണ അമ്മ. എത്ര നന്ദി കേടെന്ന് പറഞ്ഞാലും ഇവരൊക്കെ അമ്മയുടെ ചുറ്റും കറങ്ങുന്ന വെറും ഉപഗ്രഹങ്ങളാ. എങ്കിൽ നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന ഗസ്റ്റ് ഹൗസിൽ നിങ്ങൾക്ക് താമസിച്ചുകൂടെ? കൺവെട്ടത്ത് നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് പേടിക്കണ്ടല്ലോ. ഞാനൊന്ന് ഉറക്കെ വിളിച്ചാൽ നിനക്ക് ഓടി വരാലോ. മോളെ, പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഓ, ഈ ഗീതമ്മ കൊളമാക്കുമെന്നാ തോന്നുന്നേ. ഇല്ല ഗീതമ്മേ, എനിക്ക് പോയേ പറ്റൂ.